2025 ചോദിച്ച ഒരു PYQ ആണ് നോക്കുന്നത്. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ദാദാഭായി നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശമേത്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളെ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങളാണ് വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശം. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ആൻസർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പം 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു. അപ്പോൾ 1885 ബോംബെയിലെ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു. ഭരണഘടനാ ദിനം നവംബർ 26 ഭരണഘടനാ ദിനം. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് 42ാം ഭേദഗതി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം. വൈക്കം സത്യാഗ്രഹം 1925. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. വരിക വരിക സഹചരെ സഹനസമര സമരമായി എന്ന സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പു സത്യാഗ്രഹം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെ മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. 2025 ഫിദ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവനാണ് സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യം ഇന്ത്യ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തര മഹാസമുദ്രം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതു മൺസൂണിൽ നിന്നാണ്? വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നാണ് തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം 86°30 ആണ്. 86°30 ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ഹൈദരാബാദ്. ഓപ്പൺ റോക്ക് മ്യൂസിയം ഹൈദരാബാദ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമാണ് നീലഗിരി കുന്നുകൾ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൻ്റെ എന്നാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് നെടുങ്കണ്ടമാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകമാണ് മാനാഞ്ചിറ തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. തന്നിരിക്കുന്നതിൽ നിന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് പെരിയാറ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ല മലപ്പുറമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്ററേറ്റ് ജില്ല മലപ്പുറം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ജോൺ ജോസഫ് മർഫിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഉഷ്ണമേഖലാ നിത്യഹരിത വനം. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം.
മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് ഗഗൻയാൻ. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സാതിതിരുനാൾ മഹാരാജാവ്. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാലകളാണ് ഭിലായിയും ബൊക്കാറോ. സോവിയറ്റ് യൂണിയൻ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലയാണ്. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസു. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവും ബന്ധപ്പെട്ട്? ഫുട്ബോൾ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? മരിയ കൊറീന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. 2028 ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ഏഞ്ചൽസ് ആണ്. തന്നിരിക്കുന്ന ഹരിതഗ്രഹ വാതകം മീഥേനാണ്. ക്ഷീണിതനും വിളറിയ മുഖത്തോടുകൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്ന ഏത് ഭക്ഷണ ക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ഇരുമ്പടങ്ങിയ ഇലക്കറികളാണ്. പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ജ്യോതിക ഭാഗ്യലക്ഷ്മിയാണ്. പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും. പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് വെച്ചാൽ പ്രസ്താവന ശരിയാണ്, പക്ഷേ കാരണം തെറ്റാണ്. ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിനേക്കാൾ കട്ടി കൂടുതൽ. അപ്പോൾ ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിൻ്റെ കാളും കട്ടി കൂടുതലാണ്. സാമൂഹ്യ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ. ശരിയായ പ്രസ്താവന 2, 3 ആണ്. സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക. വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടിയാണ് ആരോഗ്യം ആനന്ദം. ശരിയായ പ്രസ്താവന കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണമാണ് കാലഡോസ്കോപ്പും പെരിസ്കോപ്പും. അപ്പോൾ കാലഡോസ്കോപ്പും പെരിസ്കോപ്പും ആവർത്തന പ്രതിപദനം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണമാണ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ്. അപ്പോൾ അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം, എയ്ഡ്സ്. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3 ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ. പൈനീയഗ്രന്ഥി എന്ന് വെച്ചാൽ മെലാട്ടോണിൻ. ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ ആണ്. പൈനീയഗ്രന്ഥി മെലാട്ടോണിൻ ആണ്. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ ഉൾപ്പെടുന്നവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3 സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്താനാണ്. ശരിയായ ജോഡി വിറ്റമിൻ B3 പെല്ലഗ്രയാണ്. വിറ്റമിൻ B3 പെല്ലഗ്ര. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് വയോ അമൃതം എന്ന് പറയുന്നത്. എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശം. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണെന്ന് വെച്ചാൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ്. താഴെ തന്നിരിക്കുന്ന വായുവഴി പകരാത്ത രോഗം എന്ന് വെച്ചാൽ വായുവഴി പകരാത്ത രോഗം പോളിയോ ആണ്. വായുവഴി പകരാത്ത രോഗം. അപ്പോൾ വായുവഴി പകരുന്ന രോഗം വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, ക്ഷയമാണ്. താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ്
വില്ലസുകൾ എന്ന് പറയുന്നത്. 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാര അർഹനായവർ 2, 4, 5 ആണ്. അതായത് മേരി ഇ ബ്രെൻകോവ, ഫ്രെഡ് റാംസ്ഡെൽ ആൻഡ് ഷീമോൺ സാഗഗുച്ചി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ്. താഴെ പറയുന്ന പ്രസ്താവന വിഴിഞ്ഞം തുറമുഖം ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 1ഉം 3ഉം തെറ്റാണ്. 2ഉം 4ഉം ശരിയാണ്. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. 49ാമത് വയലാർ അവാർഡ് നേടിയ തപോമിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഇ. സന്തോഷ് കുമാറാണ്.